നവംബർ 1 അതിദാരിദ്ര്യരില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ അങ്ങനെ ഒരു മാറ്റത്തെ നമ്മളെല്ലാവരും വളരെ ആശംസയോടുകൂടി ആശംസ അറിയിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമാണോ നമ്മുടെ കേരളത്തിലെ ഉള്ളത് എന്നത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. ആദിവാസി ഊരുകളിലും നമ്മുടെ മലയോര മേഖലകളിലുമൊക്കെ ദാരിദ്ര്യം ഇപ്പോഴും എന്താണ് ഒരു റിയൽ ഫേസായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അവരുടെ കുട്ടികളും ഈ പറയുന്ന പൊതു വിദ്യാലയങ്ങളിലും അവരുടെ കുട്ടികളിലും ഈ സമൂഹത്തിലാണ് അവരും ജീവിക്കുന്നത്. ഇവിടെ പദ്ധതികൾ വരുന്നതല്ലാതെ എത്ര കോളനികളെ തുടച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കേരളം സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മുന്നിലാണ്. നമസ്കാരം. നവംബർ 1 അതിദാരിദ്ര്യരില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. എന്താണ് പറയാനുള്ളത്? സംസ്ഥാനത്തിൻ്റെ അങ്ങനെ ഒരു മാറ്റത്തെ നമ്മളെല്ലാവരും വളരെ ആശംസയോടുകൂടി ആശംസ അറിയിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമാണോ നമ്മുടെ കേരളത്തിലെ ഉള്ളത് എന്നത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുകൾക്കപ്പുറം കോളനികളിലും ആദിവാസി ഊരുകളിലും നമ്മുടെ മലയോര മേഖലകളിലുമൊക്കെ ദാരിദ്ര്യം ഇപ്പോഴും എന്താണ് ഒരു റിയൽ ഫേസായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരോ വർഷങ്ങളിൽ ഓരോ പദ്ധതികളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങളും അല്ലെങ്കിൽ ഉദ്ഘാടന മാമാങ്കങ്ങളും അല്ലെങ്കിൽ എന്താണ് ഗിന്നസ് റെക്കോർഡുകൾ മേടിക്കലും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ വികസനം, അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ പൊതു ബഡ്ജറ്റിന്റെ ഒരു വലിയ ശതമാനം ആദിവാസികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പിന്നോക്കക്കാർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അവരുടെയൊക്കെ ജീവിത നിലവാരം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒരു ഗൗരവമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്ന ഒരവസ്ഥയാണ്. ദാരിദ്ര്യം തുളച്ചു നീക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിദാരിദ്ര്യമാണ് തുളച്ചു നീക്കപ്പെടുന്നത്. ദാരിദ്ര്യം ഇപ്പോഴും അവശേഷിക്കും. എങ്കിലും ഇത് തന്നെ ഇപ്പൊ പറഞ്ഞ ആദിവാസി ഊരുകളായിക്കൊള്ളട്ടെ, ഈ കോളനികളായിക്കൊള്ളട്ടെ, ഇവിടങ്ങളിലേക്കൊക്കെ ഈ റേഷനിങ് സംവിധാനം കുറച്ചുകൂടി ശക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ സപ്ലൈകോ റേഷൻ കടകളിലൊക്കെ സൗജന്യ നിരക്കിൽ തന്നെ അരി വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈകോയിലും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എത്തുന്നുണ്ട്. ഒരു സമയത്ത് എനിക്ക് ഒരു വർഷം മുമ്പൊക്കെ എന്ന് വെച്ചാൽ സപ്ലൈകോയിൽ പോലും സാധനങ്ങൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നതോടുകൂടിയാണ് ഈ അതിദരിദ്രരുടെ എണ്ണം, അതായത് ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തവരുടെ എണ്ണം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു, ശരിയാണ്. പക്ഷേ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള കണക്ക് അതിന് അനുയോജ്യമാണോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദേശീയ പദ്ധതികളായിട്ട് നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഘടാവോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത്, അതായത് നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയില്ലാത്ത ഇന്ത്യ പോലൊരു രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന പഞ്ചവത്സര പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ രാജ്യം എപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യം എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വാക്കാണ് നമുക്ക് എന്താണ് ദാരിദ്ര്യം ഇല്ലാതാക്കണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അതിദാരിദ്ര്യരും അതോടൊപ്പം തന്നെ ദാരിദ്ര്യരും എന്ന വീണ്ടും അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിലൂടെ ചെയ്തിട്ടുള്ള ആ ക്ലാസിഫിക്കേഷനിലൂടെ ഉണ്ടായ ക്ലാസ് ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് നാളെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അത് റാൻഡമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ നമ്മുടെ കേരളത്തിലറിയാം. ക്ഷേമ പെൻഷനുകളിലൂടെയും അല്ലെങ്കിൽ തൊഴിലില്ലാ വേതനങ്ങളിലൂടെയും അല്ലെങ്കിൽ പല കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃതമായിട്ടുള്ള പദ്ധതികളിലൂടെയൊക്കെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരുപാട് പദ്ധതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ആരുമില്ല എന്ന് പറയുന്നില്ല. അത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി എത്ര പദ്ധതികൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആദിവാസി മേഖലകളിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. ഇന്നും 3 നേരം ആഹാരം കഴിക്കാത്ത ഒരുപാട് ആദിവാസി ഊരുകൾ കേരളത്തിലുണ്ട്, ഒരുപാട് പട്ടികജാതി കോളനികൾ കേരളത്തിലുണ്ട്. ആ കോളനികളെയൊക്കെ തന്നെ മൂകസാക്ഷിയാക്കിക്കൊണ്ട് എത്ര കാലം മയക്കിക്കെടുത്തി ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്തിയാലും ആ റിയാലിറ്റി അവിടെ റിയാലിറ്റി ആയിട്ട് തന്നെ തുടരും. ഇതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആദിവാസി ഊരുകളിലേക്ക് ലഭിച്ചിരുന്ന റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു രീതി. എന്താണ് മാറ്റമുണ്ടോ? അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ആദിവാസി ഊരുകളിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഭക്ഷണത്തിന് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. മറ്റേ വസ്ത്രം ധരിക്കാനില്ലാത്ത ആളുകൾ വരെ ഉണ്ട് ആദിവാസി ഊരുകളിൽ എന്നുള്ളൊരു റിയാലിറ്റിയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു മാറ്റം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ തന്നെ അതായത് നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽ എന്തായിട്ടുണ്ട്, ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് നടന്നിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗം എന്തായി മുന്നോക്ക വിഭാഗമായി മാറി. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ജീവിത രീതിയും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ദാരിദ്ര്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ എന്തായിട്ടുണ്ട്, പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ സർക്കാർ ജോലിയിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, അവരുടെ കുട്ടികൾ വരുന്നു, അല്ലെങ്കിൽ വിവിധ മേഖലകളിലേക്ക് അവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള കോട്ടകളിലേക്ക് അവരെന്ത് ചെയ്യപ്പെടുന്നു, കൃത്യമായിട്ട് അവർ നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ
അതിലും ഒരു വിഭാഗം ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞത് എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ശബരിമലയിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക്, നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് പോകുന്ന വഴിക്ക്, നമ്മുടെ ശബരിമല മേഖലയിൽ ലാഹയ്ക്ക് ശേഷം അങ്ങോട്ട് പോകുമ്പോൾ ആദിവാസി ഊരുകൾ വളരെ ഇങ്ങനെ നമുക്ക് റോഡിൽ വനത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുന്ന മേഖല അതാണ്. എന്തൊരു ദയനീയമായിട്ടുള്ള, ഇന്നും എന്താണ് ടാർപെയിൻ മെഴഞ്ഞ എത്ര കോടികളാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഈ പദ്ധതികൾ ഉണ്ടാക്കുന്നത്. ജനസംഖ്യയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ആദിവാസികൾ. ഇന്ന് ഒരു അടച്ചുറപ്പുള്ള വീടുകൾ, എത്ര ആദിവാസികൾക്ക് വീടുണ്ട്? അടച്ചുറപ്പുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു സിമന്റ് നിർമ്മിതമായിട്ടുള്ള വീടുകൾ എത്ര ആദിവാസികൾക്കുണ്ട് കേരളത്തിൽ? ഈ ലൈഫ് മിഷനിൽ കൂടെ ഒക്കെ ഒരുപാട് വീടുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരെയും അതോടൊപ്പം തന്നെ പിന്നോക്കക്കാരിലെ മുന്നോക്കക്കാരെയും വേർതിരിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട്. അതിൽ തന്നെ അവിടെയാണ് ഇതിന്റെ വിവേചനം. ഇവിടെ ലൈഫ് മിഷൻ ആയാലും പല പദ്ധതികൾ, നമ്മൾ കോളനികളെയൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കോളനികളുടെയൊക്കെ അവസ്ഥ ഇപ്പോഴെന്താണ്? വേണ്ട, നമ്മുടെ തീരദേശത്തേക്ക് നമ്മളൊന്ന് പോയാലോ, തീരദേശത്തെ വീടുകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ തീരദേശ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ എന്താണ് അവസ്ഥ? അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താണ്, ദാരിദ്ര്യം കൊടികുത്തുന്നു. ഇവിടെ അവർ സമ്പന്നരാണെങ്കിൽ, അവർക്ക് ദാരിദ്ര്യം ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വീടുകളിൽ താമസിക്കുമോ? അപ്പൊ അവരുടെ കുട്ടികളും ഈ പറയുന്ന പൊതു വിദ്യാലയങ്ങളിലും അവരുടെ കുട്ടികളിലും ഈ കേരളീയ സമൂഹത്തിലാണ് അവരും ജീവിക്കുന്നത്. കേരളീയ സമൂഹത്തിന്റെ വികസനവും അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്നവരാണ് അവരുടെ പുതിയ തലമുറ. പക്ഷേ അവരുടെ പുതിയ തലമുറ ഉൾക്കൊള്ളുമ്പോഴും വൈകുന്നേരങ്ങളിൽ അവർ വീടുകളിൽ എത്തുമ്പോൾ ഈ ദയനീയമായിട്ടുള്ള ഓലമേഞ്ഞ അല്ലെങ്കിൽ ടാർപ്പയും മേഞ്ഞ വീടുകളാണെന്ന് കേരളത്തിലെ ഈ തീരദേശത്തും ആദിവാസി വനമേഖലയിലും കോളനികളിലും ഒക്കെ ഉള്ളത്. അതിലൊന്നും ഇപ്പൊ നമ്മുടെ ലൈഫ് പദ്ധതി വന്നു, EMS പദ്ധതി വന്നു, പല പദ്ധതികൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പദ്ധതികൾ വരുന്നതല്ലാതെ എത്ര കോളനികളെ തുടച്ചു മാറ്റാൻ പറ്റിയിട്ടുണ്ട്? 20 വർഷത്തെ കണക്കെടുത്തു, കേരളത്തിലെ എത്ര കോളനികൾ നമ്മൾ എന്ത് ചെയ്തു? നിർമ്മാർജ്ജനം ചെയ്തു. അവർക്ക് എത്ര വീടുകൾ നമ്മൾ കൊടുക്കാൻ സാധിച്ചു? അല്ലെങ്കിൽ എത്ര ആദിവാസികളുടെ വീടുകൾ അപ്പോൾ ഇതിലൊന്നും തന്നെ കൃത്യമായ കണക്കുകളില്ല. ഇവിടെ ചെയ്യുന്ന എന്താണ്? സർക്കാർ പദ്ധതികൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് സിവിൽ സപ്ലൈസ് വഴിയും അല്ലെങ്കിൽ റേഷൻ കട വഴിയും ഒക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ശരിയാണ്. പക്ഷേ വളരെ, ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ വലിയ വിഭാഗമൊന്നും അല്ലെങ്കിൽ വലിയ കണക്കെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും എന്താണ്, നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പിറവി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷത്തെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ ഈ പറയുന്ന കേരളം ഭരിച്ച ഓരോരോ ഗവൺമെൻറ്റുകളുടെ പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ പൊതുപ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോരോ ഇത്തരം മേഖലയിലുള്ള പദ്ധതികളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു റിയാലിറ്റി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, എന്താണ്, ഒരു സമാധാനത്തിന് വേണ്ടി മാറ്റി. പക്ഷേ ഇത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായിട്ട് മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതിന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവില്ല. വെറുതെ ഏതൊക്കെയായാലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അല്ല, കേരളം സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മുന്നിലാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ അല്ലെന്താണ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും എന്തായിട്ടുണ്ട്, നമ്മുടെ കേരളം വളരെ മേഖലയിലാണ്. അതായത് ജനജീവിത നിരക്കിലുമൊക്കെ തന്നെ എന്താണ് ഓരോ ഹ്യൂമൻ ഡെവലപ്മെന്റിലുമൊക്കെ തന്നെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഞാൻ ഈ പദ്ധതിയെ വളരെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ സ്വാഗതം ചെയ്യുമ്പോഴും ഈ പദ്ധതി കൃത്യമായിട്ട് എന്താണ് അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ പദ്ധതി കൃത്യമായിട്ട് എന്താണ് എല്ലാ പരിശോധനകളും അതിൻ്റെ കണക്ക് വിവരശേഖരണങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണമെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം.